അറിയാനല്ലാതെ ഒരു FIR എടുപ്പിക്കാൻ നിന്റെയൊക്കെ ആഭ്യന്തര വാഴയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ഈ കരച്ചിലൊക്കെ സൗകര്യം പോലെ ചങ്ങാതി പിണറായിലെ വീട്ടിൽ വരുമ്പോ നിന്നെയൊക്കെ അകത്തേക്ക് കയറ്റുമെങ്കിൽ ഈ കരച്ചില പഹൽഗാമിലെ ഭീകരാക്രമണത്തെ പറ്റി ഒറ്റ വരിയുടെ അപലപനം പോലും ഉന്നയിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ രാജ്യത്തെ സാധാരണക്കാരായ 29 മനുഷ്യന്മാർ കൊല ചെയ്യപ്പെട്ടതിനെ പറ്റി ഒരിട്ട് കണ്ണീര് ഈ അഭിനവ മനുഷ്യ സ്നേഹിക്കില്ല. പക്ഷേ അതിർത്തിയിൽ കണ്ണീർ ചമ്മാതെ കാവൽ നിൽക്കുമ്പോ ഈ രാജ്യം ഒരു യുദ്ധമുണ്ടായാൽ ഈ നാട്ടിലെ ഓരോ പൗരനും ഈ രാജ്യത്തിന് വേണ്ടി പോരാടുവാൻ തയ്യാറായി നിൽക്കുന്ന അതേ ദിവസം നിങ്ങളുടെ മലപ്പട്ടത്തെ CPM-ന്റെ കുറേയേറെ എംബോക്കികൾ എന്താ ചെയ്തത്? പിന്നെ എന്നെ പറ്റി പറഞ്ഞു, ഞാനത് കാര്യമാക്കുന്നില്ല. എന്തോ വ്യാജനം, നാണയില്ലടാ നിനക്കൊക്കെ. 1.5 വർഷമായിട്ട് ഏത് വാഴയാടാ കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി? അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. എന്റെ ദൈവമേ, എന്റെ ഒരു കഷ്ടകാലം അല്ല എന്ത് പറയാനാ. 1.5 വർഷമായിട്ട് എനിക്കെതിരെ നിന്റെയൊക്കെ DYFIയുടെ നേതാക്കന്മാർ കൊടുത്ത ഒരു കേസിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എത്ര പോലീസാണ് അന്വേഷിച്ചേ? ക്രൈംബ്രാഞ്ചിനെ കൊണ്ടുവന്നില്ലേ? എത്ര കേരള പോലീസിനെ കൊണ്ടുവന്നു? ഇങ്ങനെ ഒരു നാണവും മാനവും ഇല്ലാതെ വ്യാജ 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 എന്ന് കരയാനല്ലാതെ ഒരു FIR എടുപ്പിക്കാൻ നിന്റെയൊക്കെ ആഭ്യന്തര വാഴയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആഭ്യന്തര വാഴയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അറിയാമോ ഈ നാട്ടിൽ മത്തായിച്ചിന്റെ വില എന്താണെന്ന്? 8 രൂപ 50 പൈസ. അതുകൊണ്ട് ഈ കരച്ചിലൊക്കെ സൗകര്യം പോലെ ചങ്ങാതി പിണറായിലെ വീട്ടിൽ വരുമ്പോ നിന്നെയൊക്കെ അകത്തേക്ക് കയറ്റുമെങ്കിൽ ഈ കരച്ചിലൊക്കെ അവിടെ കൊണ്ടുപോയി തീർത്താൽ മതിയെന്ന് എന്റെ വാക്ക് കേൾക്കുന്ന ആ ഇരുട്ടിൽ ഫ്ലക്സ് ബോർഡ് വെച്ചവന്മാരോട് പറയുക. എന്താ കാര്യം? ആ ബോർഡ് തകർക്കാൻ ഞങ്ങൾക്ക് അധികം സമയമൊന്നും വേണം. ഞാനും വരാം ഒരു കമ്പനി. ഇപ്പോ ഗാന്ധിയുടെ പ്രതിമ നിങ്ങൾ തകർത്തു. അതാ ഞാൻ പറഞ്ഞത്, പുറത്തുള്ള മാക്സും ഉള്ളിൽ കിടക്കുന്ന ജവാനും കൂടെ ചേരുമ്പോഴാണ് ഗാന്ധി ഏതാണ് അംബേദ്കർ ഏതാണ് എന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. നമ്മൾ തമ്മിൽ ഇനിയും കാണേണ്ടി വരും. അയ്യോ, ഞാൻ പേടിച്ചു. ശശി സാറ് പേടിപ്പിക്കുന്നു, പേടിച്ചേ. അതുള്ളപ്പോ അമ്മേതാ പെങ്ങളേതാന്ന് തിരിച്ചറിയാൻ പാടില്ലാത്തവന്മാരാടാ നമ്മളെ ഗാന്ധിയെ തിരിച്ചറിയണമെന്ന് പറയുന്നത്. ബക്കറ്റും രസീതും വാർഷിക പിരിവൊക്കെ ആയിട്ട് ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടി വാങ്ങുമ്പോ മിനിമം ഒരു കമ്മിറ്റ്മെന്റ് എങ്കിലും വേണം ജനങ്ങളോട് രാഷ്ട്രീയക്കാരന്. അതുകൊണ്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ആ ഗാന്ധിയുടെ സ്തൂപം നിന്ന സ്ഥലത്ത് തന്നെ ശ്രീ കെ സുധാകരൻ തറക്കല്ലിട്ട് അതേ മണ്ണിൽ തന്നെ ഒന്ന് പോയാ എനിക്ക് വേറെ പണിയുള്ളതാ. ചെല്ല്. ഗാന്ധിയുടെ സ്തൂപം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഒരുക്കുകയും ചെയ്യും, ഉയർത്തുകയും ചെയ്യും. പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ ആ ഗാന്ധി പ്രതിമ അവിടെ വന്ന് അനാച്ഛാദനം ചെയ്യുകയും ചെയ്യും. അല്ലേ കലിപ്പ് തീരണില്ലല്ലേ? ഫോട്ടോ നീ കൂടുതൽ സൈൻ ചെയ്യില്ലേ? നീയൊക്കെ തകർക്കാൻ പറ്റുമെങ്കിൽ തകർക്ക്. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഗാന്ധി നിന്ന് നടത്തിയവന്മാർ, ഗാന്ധിജി നടത്തിയ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റ കൊടുത്ത പണം കൊണ്ട് പത്രം തുടങ്ങിയവന്മാരല്ലേ നിങ്ങള്? അത് പിന്നെ എപ്പോഴത്തെ പോലെ ഞാനൊരു തമാശ ഉദ്ദേശിച്ചുള്ളൂ. അതുകൊണ്ട് ആ ഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം നിങ്ങൾ കാണിക്കുന്ന ഗാന്ധി നിന്ദയൊന്നും അത്ര വലിയ അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അല്ല ചവിട്ടിയതാണില്ല. ഇവന്മാരുടെ ഒരു യൂട്യൂബർ, സ്ഥിരമായി ഗുണവധികാരം അടിക്കുന്ന ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർ, ഒരു മുൻ MLA, അയാൾ വന്നിട്ട് പറയുക, അയ്യോ യുദ്ധമൊന്നും പാടില്ല, ഇത് മാനവരാശിക്ക് നല്ലതല്ല, രക്തം ചൊരിയാൻ പാടില്ല. എന്താ നിന്റെ ഉദ്ദേശം? അടി എന്റെ അരി മുട്ടിക്കോ ഭഗവാനെ. ആരാ പറയുന്നത്? ഇവരുടെ ഒരു യൂട്യൂബർ, പ്രമുഖനായ യൂട്യൂബർ. ശരിയാണോ? അയാൾ പറയുകയാണ് രക്തം ചൊരിയാൻ പാടില്ല, മനുഷ്യ സ്നേഹത്തെ പറ്റി ഇങ്ങനെ കവിത രചിക്കുകയാണ്. സ്കൂളിന്റെ പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ? ചൊല്ലടാ, ചൊൽ. ഈ മാന്യദേഹത്തിന്റെ ഫേസ്ബുക്ക് ഞാനൊന്ന് നോക്കിയപ്പോ പഹൽഗാമിന്റെ മണ്ണിൽ വിനോദസഞ്ചാരത്തിന് വേണ്ടി പോയ 29 ഇന്ത്യക്കാർ വെടിയേറ്റ് മരിച്ചു. പാകിസ്ഥാന്റെ തീവ്രവാദികളുടെ, പാകിസ്ഥാൻ പട്ടാളം സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ചു. ഈ അഭിനവ മാനവ സംരക്ഷകന്, ഈ അഭിനവ
മനുഷ്യ സ്നേഹിക്ക് പഹൽഗാമിലെ ഭീകരാക്രമണത്തെ പറ്റി ഒറ്റ വരിയുടെ അപലപനം പോലും ഉന്നയിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അവന്റെ അമ്മായിമ്മയുടെ കെട്ടിയോനല്ലേ ഞാൻ? തമാശല്ല, ഇത് സീരിയസ്. ഈ രാജ്യത്തെ സാധാരണക്കാരായ 29 മനുഷ്യന്മാർ കൊല ചെയ്യപ്പെട്ടതിനെ പറ്റി ഒരിട്ട് കണ്ണീര് ഈ അഭിനവ മനുഷ്യ സ്നേഹിക്കില്ല. പക്ഷേ ഇങ്ങനെ സംസ്കാരമില്ലാതെ പെരുമാറാൻ കുട്ടിയാരെ പഠിപ്പിച്ചത്? തനിക്കിത് എന്തിന്റെ കേടാ? എനിക്കൊരു കേടുമില്ല. ഭാരതം, ഇന്ത്യ മഹാരാജ്യം അതിർത്തിക്ക് അപ്പുറത്തേക്ക് കടന്ന് പാകിസ്ഥാന്റെ തീവ്രവാദ ബങ്കറുകളിൽ കഴിയുന്ന തീവ്രവാദികളെ കൊന്നപ്പോ ആ രാത്രിയിൽ തന്നെ ഈ അഭിനവ യൂട്യൂബർ ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ് ഈ മുസ്കാലം അങ്ങോട്ട് കേട്ടി തന്നാലുണ്ടല്ലോ, അടുത്ത ഗുരുവായൂർ ഏകാദശിക്ക് പിന്നെ ഞാൻ ഈ കാലെടുക്കുള്ളൂ. അപ്പം മതിയുടെ എനിക്ക് ഈ കാല്. എന്താണ്? നിങ്ങൾ മാനവ സ്നേഹത്തെ പറ്റി സംസാരിക്കണം. യുദ്ധങ്ങൾ പാടില്ല. ഇതൊക്കെ എന്തിനാ താൻ അന്വേഷിക്കണേ? ഒരു സാമാന്യ മര്യാദക്ക്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, പ്രിയപ്പെട്ട നേതാവേ, ഈ രാജ്യം ഇങ്ങനെ അതിർത്തിയിൽ കണ്ണിമ ചെമ്മാതെ കാവൽ നിൽക്കുമ്പോ ഈ രാജ്യം ഒരു യുദ്ധമുണ്ടായാൽ ഈ നാട്ടിലെ ഓരോ പൗരനും ഈ രാജ്യത്തിന് വേണ്ടി പോരാടുവാൻ തയ്യാറായി നിൽക്കുന്ന മോനെ എന്തോ സുഖിപ്പിക്കല്ലേട്ടാ, എന്താ സുഖിപ്പിക്കണ്ടെന്ന്. അതേ ദിവസം നിങ്ങളുടെ മലപ്പട്ടത്തെ CPM-ന്റെ കുറേയേറെ എംബോക്കികൾ എന്താ ചെയ്തത്? മനസ്സിലായില്ല. അവന്മാര് ഉള്ളിൽ കിടക്കുന്ന ജവാന്റെ ബലത്തിൽ ഗാന്ധിയുടെ പ്രതിമ തകർക്കാൻ പോയില്ലേ? സനീഷിന്റെ വീട് നേരെ അക്രമം അഴിച്ചുവിട്ടില്ലേ? അയ്യോ, എന്നാ നേരത്തെ പറയണ്ടേ? നേരത്തെ പറയാൻ താൻ സമ്മതിക്കണ്ടേ? എന്നാ ഇപ്പൊ പറഞ്ഞു പറയാൻ എനിക്ക് ഒഴിവില്ല. ഒഴിവില്ലെങ്കിൽ വേണ്ട. അവിടെ ഗാന്ധി പ്രതിമ തകർത്തത് തലയിലുള്ള മാസ്കും വയറ്റിൽ കിടക്കുന്ന ജവാനും കൂടെ കൂടിച്ചേരുമ്പോഴാണ് ഗാന്ധി ഏതാണ് എന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത തോന്നല് ഈ മാർക്സിസ്റ്റുകാരന്മാർക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അതുപോലെയുള്ള ഏതാണ്ട് മാർക്സിസ്റ്റുകാരന്മാര് ഇവിടെ ഒരു ബോർഡ് കൊണ്ടുവന്ന് വെച്ചു. ആ ബോർഡിനകത്ത് എന്നെ കുറെ ആക്ഷേപിക്കുന്നു. ഡീസന്റ് മാനോ ഇൻഡീസന്റ് ബിഹേവിയർ ഇന്ന് ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ നാട്ടുകാരായ ഞങ്ങൾ കഴിയാക്കേണ്ടി. ആ ബോർഡിനകത്ത് അവന്മാര് എഴുതി വെച്ചിരിക്കുന്നത് പല്ല് കൊഴിഞ്ഞ സിംഹത്തിന് ഈ മണ്ണിലേക്ക് സ്വാഗതമെന്നാണ്. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. ആ ബോർഡ് വെച്ച മാർക്സിസ്റ്റുകാരോടാണ് പറയുന്നത്, എടാ വിവരദോഷികളെ, ആ നീയൊക്കെ പല്ല് കൊഴിഞ്ഞ സിംഹം എന്ന് പറയുന്ന ആ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ നിങ്ങൾ പ്രായം കൂടിയത് കൊണ്ടാണല്ലോ പല്ല് കൊഴിഞ്ഞു എന്ന് പറയുന്നത്. ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട് മോനെ. ആ സിംഹം തന്നെയാണോ മലപ്പട്ടത്തിന്റെ MP? ആ സിംഹം തന്നെയാണോ നിന്റെയൊക്കെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഈ തളിപ്പറമ്പിന്റെ MP? ഓ, വലിയ ചൂടിലാണല്ലോ. നിന്റെയൊക്കെ ഇപ്പോഴത്തെ ഈ ആയകാലം എന്ന് പറയുന്ന പ്രായം ഉണ്ടല്ലോ, ആ പ്രായത്തിൽ ബ്രണ്ണൻ കോളേജ് നിന്റെയൊക്കെ ഒരു മുന്തിയ നേതാവിന്റെ പുറത്ത് കൊടുത്തൊരു ചവിട്ടിന്റെ പാട് ഇന്നും ആ നേതാവിന്റെ. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. മനസ്സിൽ നിന്നും മുതുകിൽ നിന്നും മാറിയിട്ടില്ല എന്ന് എപ്പോഴെങ്കിലുമൊക്കെ സൗകര്യം കിട്ടുമ്പോ ആ ബ്രണ്ണനിലെ പഴയ തള്ളുകാരനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. അയ്യടാ, ആ വക ചീപ്പ് നമ്പറിനൊന്നും ഞങ്ങളെ കിട്ടില്ല. അതുകൊണ്ട് ശൗര്യം ഇളക്കാൻ ഇറങ്ങണ്ട. സുധാകരന്റെ ശൗര്യം ഇളക്കാൻ ഇറങ്ങിയ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും നല്ല നില ഉണ്ടായിട്ടില്ല എന്ന് ഈ പുതിയ കാലഘട്ടത്തിലെ മാർക്സിസ്റ്റുകാരന്മാര് മനസ്സിലാക്കുന്നതായിരിക്കും. ഇതാകെ വശപ്പശായല്ല. പിന്നെ എന്നെ പറ്റി പറഞ്ഞു, ഞാനത് കാര്യമാക്കുന്നില്ല. എന്തോ വ്യാജനം, നാണമില്ലടാ നിനക്കൊക്കെ. 1.5 വർഷമായിട്ട് ഏത് വാഴയാടാ കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി? അല്ല, എന്നാ ഉദ്ദേശം? നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. 1.5 വർഷമായിട്ട് എനിക്കെതിരെ നിന്റെയൊക്കെ DYFIയുടെ നേതാക്കന്മാർ കൊടുത്ത ഒരു കേസിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന എത്ര പോലീസാണ് അന്വേഷിച്ചേ?